അബീ വഖാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വലിയ മഹാനായത് എങ്ങനെ എന്നുള്ളൊരു ചോദ്യം ഖുറത്തു സാദാത്ത് തങ്ങളുടെ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കും. അനുസ്മരണാക്കുമ്പോൾ എന്തെങ്കിലും ഞങ്ങൾ അനുസ്മരമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പഠിക്കണോ, അതാണ് ഞങ്ങളെ അനുസ്മരണ കൊള്ളുക. ഞങ്ങളെ ദോഷങ്ങൾ ഞങ്ങൾക്ക് തപ്പുകൾ മാഫാവുന്നുണ്ടെങ്കിൽ അത് ഒന്നായിട്ട് ആരനുസ്മരണാക്കുക, കഴിഞ്ഞു പോയ ഔലിയാക്കന്മാരുടെ അനുസ്മരണാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഔലിയാക്കന്മാരായത് അള്ളാഹുടെ മാത്രം അക പേടിച്ചാൽ എല്ലാ ആൾമാരും അങ്ങനെ പേടിച്ചാൽ, അള്ളാഹുടെ അക പേടിക്കുമ്പോൾ അങ്ങനെ എല്ലാ ആൾമാരും പേടിച്ചാൽ അതാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ. ഇതില് ഞങ്ങൾ പഠിക്കണമായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലൂടെയാണ്. സാധാരണ 100-99% ആൾക്കാരുടെ ചരിത്രവും ഇത് നമുക്ക് വലിയ എഫക്റ്റീവായ ചരിത്രമാണ്. ഹദ്ദാദ് റളിയല്ലാഹു വലിയ മഹാനാണ്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരാൾ വന്നിട്ട് സ്വന്തം പള്ളി കെട്ടുവാൻ ഇഷ്ടമുണ്ട്, ഞാൻ പള്ളി കെട്ടുവാണ്ടാവാൻ അതൊന്നും നല്ല വിഷയമാണ്. പക്ഷേ നല്ല ഒരു പ്രശ്നമുണ്ട്. പള്ളി കെട്ടിയിട്ട് ഒരു ആയത്തിൽ നല്ല സുന്ദരമായിട്ട് അവിടെ പള്ളി സ്റ്റാർട്ടാകുമ്പോൾ, പള്ളി നല്ല വിശാലമാകുമ്പോൾ, നല്ല പള്ളി കെട്ടുവാട്ടിയ പൈസക്കാരായി നിന്നെ ക്ഷണിച്ചില്ല, നിന്നെ നോട്ടീസിൽ പേരിട്ടില്ല എന്നാൽ നിന്റെ മനസ്സിൽ എന്തെങ്കിലും അചഞ്ചലമുണ്ടെങ്കിൽ നീ പള്ളി കെട്ടുവാട്ടിക്കുന്നത് നല്ലതാണ്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു അതാണ് സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിന്റെ ചരിത്രത്തിൽ കിട്ടുന്നത്. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ചരിത്രത്തിൽ കിട്ടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ജാഗത്തിലെ സ്വഹാബത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തു മാതൃകയാക്കി ഓടിക്കുന്നു. ദീനുമായി ചർച്ചയ്ക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ ഒരു നല്ല ബാലകൻ നടന്നു പോണു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അതാ സ്വർഗീയ അവകാശിയായ ആൾ വന്നിട്ടുണ്ടോ? ഈ ആളാകട്ടെ ഈ സ്വഭാവത്തിന് ಗೊತ್ತಿಲ್ಲ, ദയിച്ച ചുമ്മ സ്വഭാവത്തിൽ പണ്ടേ ഈ ബാലക്കാരെ ಗೊತ್ತಿಲ್ಲ. അപ്പൊ അയാൾ പോയിട്ട് വീണ്ടും പിറ്റേന്ന് അതേപോലെ പള്ളിയിൽ നടന്നിച്ച പോലെ നബി തങ്ങളെ ചുറ്റുമുട്ടു സ്വഹാബക്കൾ നീക്കുമ്പോ അതേ ജാഗയില് ആ ബാലക്കർ വീണ്ടും പറയുമ്പോൾ നബി തങ്ങൾ ചൊല്ലു, അതാ സ്വർഗീയ അവകാശി സ്വർഗത്തിൽ പോണ ആൾ പണ്ട് ചുരുടാൽ ലോകത്തിനേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ നോക്കുമ്പോൾ മൂന്നാമത്തെ നാളും സെയിം ഡേയിൽ നബി തങ്ങൾ അതേ ചൊല്ലുടെ സ്വർഗത്തിൽ പോണ ആളതാ വന്ന് 3 നാളും വന്നിട്ട് ഒരേ ആള്. പക്ഷേ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 3 നാൾ ഇന്ന ഒരാളിത്ത്, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ 3 നാൾ ഇന്ന ഒരാളിത്ത് അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു 3 നാളും നബി തങ്ങൾ സദസ്സിലിത്ത് 3 നാളും നബി തങ്ങൾ ചൊല്ലി ഇതേ പലക സെയിം പലക സ്വർഗത്തിൽ പോണ ആൾ വന്ന് സ്വർഗത്തിൽ പോണ ആൾ വന്ന്. അപ്പൊ നബി തങ്ങളുടെ മുഖം നോക്കിയിട്ടാകുമ്പോൾ ഈ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മനസ്സിൽ തോന്നിയിട്ട് ഈ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഇബാദത്തിനാവണ്ടേ, സ്വർഗത്തിൽ പോകണമെങ്കിൽ അയാൾ ഒരു ഭയങ്കര ഇബാദത്തുകാരനായിട്ട് വേണം, അള്ളാഹുലേക്ക് നയിച്ചിട്ട് വേണോ. ഏതുമാവട്ടെ ഈ 3 നാൾ വന്ന് മൂന്നാമത്തെ നാൾ ഇയാൾ പോകുമ്പോൾ ഇയാളുടെ ബാക്കിൽ സഹാബത്ത് മെല്ലെ നബി തങ്ങളെ പെർമിഷൻ എടുത്തിട്ട് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു മെല്ലെ ആരമുട്ടോട് ആ ബാലക്കാരായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മുട്ടോടു വിളിച്ചിട്ടുള്ളൂ. നാളെ നിങ്ങൾ ഔത്തിൻ്റെ താമസിക്കൊണ്ടേ ನನ್ನ ಅವತ್ತು ಚೆಲ್ಲರು പിന്നെ 3 നാൾ ദൂരെ പോണേ ചോദിച്ചു. അതുകൊണ്ടു 3 നാൾ നിങ്ങൾ ഔത്ത് പെർമിഷൻ തേക്കുന്നുണ്ടാ പെർമിഷൻ കൊടുത്തു. അങ്ങനെ ഇയാൾ പോയതിലേക്ക് നബി തങ്ങൾ ഒരാളുടെ സ്വർഗീയ അവകാശം ചൊല്ലുന്നുണ്ടെങ്കിൽ ആ ബാലക്കറൊട്ടിಗೆ സഅദ് ഇബ്നു അബീ വഖാസ് എന്തെങ്കിലും ഒരു ഇബാദത്ത് ഭയങ്കര വേണം, അത് നക്കുമാക്കണോ എന്നുള്ള ഉദ്ദേശത്തിൽ ഇയാൾ പോയിട്ട് സെർച്ചാക്കിട്ട് നോക്കറിയ സെർച്ചാക്കിട്ട് ഔത്ത് പോയിട്ട് താമസിച്ചു. ഔത്ത് കിടന്നിട്ട് താമസിച്ചു. അയാൾ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു മാരേജ് ആകിയാലും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മാരേജ് ആകിയാലും ഈ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മെല്ലെ നോക്കിയിട്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒരു ഇബാദത്ത് കണക്കാക്കണോ. പക്ഷേ ഇയാൾ ഒരു പ്രത്യേക ഇബാദത്ത് കണ്ടില്ല, ഇയാൾക്ക് പ്രത്യേകമായ ഇബാദത്ത് കണ്ടില്ല, പ്രത്യേകമായ നിസ്കാരം ഇല്ല. ഞങ്ങൾ നിസ്കരിക്കമേ, ഞങ്ങൾ നോമ്പ് നോക്കണേ, ഞങ്ങൾ ദിക്ർ ചൊല്ലിക്കമേ. അയാൾക്ക് ഒരു പ്രത്യേകമായിട്ട് കാണാണ്ടിരിക്കുമ്പോൾ 3 നാളും റിസർച്ച് ആക്കി 3 നാളും ഇയാൾ അന്വേഷണമാക്കി നോക്കുമ്പോൾ പ്രത്യേകമായ ഒരു ഇബാദത്ത് കണ്ടില്ല. അപ്പോൾ ഈ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ഈ അംർ ഇബ്നുൽ ആസ് തങ്ങൾ കേൾക്കണ്, ഓ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ 3 നാൾ നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾ വലിയ ഇബാദത്തുകാരല്ലേ, നിങ്ങളെ ഇബാദത്ത് ആക്കിയിട്ടുള്ള അതേപോലെ നിങ്ങളൊക്കെ ഉള്ളൂ, പ്രത്യേകമായ ഒരു ഇബാദത്ത് കണ്ടില്ലല്ലേ. പക്ഷേ നബി തങ്ങൾ കലൗസല്ലാത്ത ആളല്ലേ, അത് മദീനയിലെ സ്വഹാബാക്കളെ ചൊല്ലുന്നത് സ്വർഗ്ഗത്തിൽ പോണ്ട ആള് 3 നാളും സെയിം വിഷയമേ ചൊല്ലണോ. 3 നാളും ആ സദസ്സിലാണ് നിങ്ങളൊക്കെ ഒരു പ്രത്യേക നാട് കണ്ടില്ല. ചൊന്നിട്ട് ഔത്ത് ഇറങ്ങിയിട്ട് അയാളുടെ ഔത്ത് പറയുമ്പോൾ അംർ ഇബ്നുൽ ആസ് തങ്ങളൊട്ടിയ സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളെ ചൊല്ലു, ഓ അംർ ഇബ്നുൽ ആസ് തങ്ങളെ കൂടുതൽ നിസ്കാരമില്ല, കൂടുതൽ നോമ്പില്ല, സകാത്തില്ല, ഹജ്ജില്ല, കൂടുതലായ ദിക്റില്ല, സ്വലാത്തില്ല, സാധാരണമായി ആൾമാരാക്കുന്നേ രണ്ടൊട്ടിയേ ഉള്ളൂ. പക്ഷേ എന്റെ മനസ്സിലൊന്നും ഇല്ലാണ്ടിട്ട് അതാണ് എന്റെ ഇബാദത്ത്. സ്വർഗത്തിൽ ഗുണവുമില്ല, കാരണം ഒന്നുകൂടെ ആരൊട്ടിയെ ചതിയുന്നില്ല, ആരൊട്ടിയെ അസൂയുന്നില്ല, ആരൊട്ടിയെ പകയുന്നില്ല, ഞാൻ ആരും ദൂരവുമില്ല, ആരൊട്ടിയെ എനിക്ക് കൽമശ മനസ്സ് വന്നുമില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നാട് സ്വർഗീയ അവകാശി അങ്ങനെയുള്ള കാരണമാണ്.
അതെയാണ് ഖുർറത്തു സാദാത്ത് ഖുറാത്തങ്ങള്. ഖുർറത്തു സാദാത്ത് ഖുറാത്തങ്ങളുടെ അത്ഭുതങ്ങൾ കേൾക്കുമ്പോൾ അനുസ്മരണത്തിൽ ചൊല്ലുള്ളത് അയാളുടെ പ്രത്യേകം ഒന്ന് അയാളുടെ ഖൽബ് വിശാലമായിട്ടുണ്ട്. സഅദ് ഇബ്നു അബീ വഖാസിന്റെ ചരിത്രത്തിൽ മാത്രമല്ല വലിയ വലിയ മഹാന്മാരായ നസ്റുൽ ഫാറാബിനെ പോലുള്ള മഹാന്മാരുടെ ചരിത്രത്തിൽ അങ്ങനെ എന്തേ സ്വർഗ്ഗം കിട്ടി നോക്കുമ്പോൾ അവരുടെ ഖൽബ് വിശാലമായിരുന്നു, സലീമായ ഖൽബായിരുന്നു. അതാണ് ഗസാലി ഇമാം കിതാബിൽ ചൊല്ലുന്നത്, മക്കളുടെ മനസ്സ് പോലെ വലിയ ആൾമാരുടെ മനസ്സുണ്ടെങ്കിൽ ലോകത്തെ ഔലിയാക്കന്മാരായി തീരുവാൻ ഖുർറത്തു സാദാത്ത് തങ്ങളെ സലീമായ ഖൽബ് എങ്ങനെ ലോകത്ത് നാം പിടിക്കാൻ. ഒരു വാദം ഉണ്ടെങ്കിൽ, ഒരു പുസ്തകം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ, ഞാനാണെങ്കിലോ ാണെങ്കിലോ എല്ലാവരും വരട്ട്, മൈക്ക സെറ്റാവട്ട്, ജനസാഗരങ്ങൾ കൂടട്ട്. ഖുർറത്തു സാദാത്തുടെ ചരിത്രത്തില് ആള് വരട്ടിക്കട്ട്, മൈക്ക ആക്കാട്ടിക്കട്ട് വന്നിട്ട് ചത്തിതോ ഈമാനോ നിങ്ങളെ ഈമാനിൽ കട്ടിപ്പെടുത്തോളൂ ചൊല്ലുടേണ്ട ആ വാക്കുകളാണ് തുടക്കമേ പണ്ടെടുത്ത് വസയ്യിറു അൽസിനതകും ബിഖൗലി ചൊല്ലുട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിലേക്ക് ലയിക്കണമായ ആത്മാർത്ഥമായ തഖ്വയോട് ഭയഭക്തിയോട് ചൊല്ലുടെ ദിക്റുകളാണ് ആ ഖുർറത്തു സാദാത്ത് തങ്ങൾ ലോകത്തിൽ ഞങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ. രണ്ടാമത്തെ കാര്യമായ സ്പെഷ്യലിന്നത് ഖുർആൻ ഓതുകയായിരുന്നു. റമദാൻ മാസത്തില് ഫർദേ ഓർണാൽ ഒരു ഖതം ചെയ്ത ചരിത്രമുണ്ട്. ഖുർറത്തു സാദാത്ത് തങ്ങളുടെ ഖുർആൻ നിങ്ങൾ നിരന്തരമായിട്ട് ഓതുമ്പോൾ ഞങ്ങളാക്കിയ തപ്പുകളും ദോഷാവനോട് കൂടി ഞങ്ങളെ മനസ്സിന്റെ വിശാലമാവുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി എത്ര പള്ളിയുടെ കാലിയാറാണ്, എത്ര ബിസിയുള്ളവരാണ്. ഇപ്പൊ ഞാൻ അതിന്റെ ഡ്രൈവറായിട്ട് ഒരു ടൈമില് അതിന് കഥ സ്പീഡ് പോയിന്റ് ടൈമില് പിക്കപ്പ് ആക്കുമ്പോ എല്ലാ ജാഗ്രതയുള്ളു. കേരളത്തിലെ സിസിയില് 50,000 അവിടെ ഫൈൻ കിട്ടിയതും ചരിത്രത്തിലുണ്ട്. അതിനവിടെ സ്പീഡ് പോയതിലേക്ക് അത് സുന്നത്ത് ജമാഅത്തിലാണ്. ദീർഘമായിട്ട് ഓടുമ്പോൾ 50,000 മന്ത്ലി അയാൾക്ക് ഫൈൻ വന്നോണ്ടിണ്ട്. കാരണം ഇതേ കേൾക്കുമ്പോൾ അതിന് വേറെ ഒന്നും ചിന്തയില്ല ലോകത്തില്. അത് ആഗ്രഹമാകുന്ന ദീർഘമായിട്ട് പൈസ മേലെ കണക്കെടുത്തില്ല. അതിനൊട്ട് സ്പെഷ്യല് അത് ഖുർആനായിട്ടുണ്ട്. ഡ്രൈവർ ചൊല്ലോട് എല്ലാ നിലക്കും ചുമ്മനാല് വർഷങ്ങൾ മുട്ടയിന്നപ്പോൾ ഒരു മനുഷ്യരെ ഹതമറ പഠിക്കുകയുള്ളൂ. ഇനി നിങ്ങൾ എന്തെങ്കിൽ ഈ രാജ്യത്തെ ഹദിവസ്ഥാദ് എങ്ങനെയായിട്ട് നിങ്ങൾ പഠിക്കുകയുള്ളൂ. അതിലൊക്കെ വർഷഘട്ട ഡ്രൈവറായാളുകളോട് ഒരു നിമിഷം പോലും എത്ര മൊബൈൽ ഒത്തിട്ട് ടൈം വേസ്റ്റ് ആക്കിയതില്ല. അപ്പൊ ഖുർആൻ എടുക്കുമോതു ഓതിട്ട് എത്ര ഓതു അവിടെ മുസാഫ് വെച്ചിട്ട് ചെയ്ത പുറത്ത് പോയെങ്കിൽ പിന്നെ അവിടെ ടൈം നോക്കല ചെയ്ത വിഷയത്തിന്റെ കയ്യിൽ എന്താണ് ഏൽപ്പിച്ചത് അങ്ങനെയാണ്. മൂന്നാമത്തെ കാര്യം ആ തങ്ങളുള്ള മൂന്നാമത്തെ കാര്യം അത് ഭയഭക്തിയായിരുന്നു. അത് യഥാർത്ഥ ഭയഭക്തിയായിരുന്നു. അതല്ലേ ഒരു ദിക്ർ സദസ്സ് നടക്കുമ്പോൾ 70,000 മലായികത്ത് വന്നിട്ട് റിട്ടേൺ പോയിട്ട് അല്ലാഹുവിനോട് ചൊല്ലണേ, യാ അല്ലാഹ് ഇങ്ങനത്തെ ജാഗത്തിൽ നിന്നെ വിളിച്ചോട്ടുള്ളാര് അല്ലാഹു തിരിച്ചു കേൾക്കണേ. മലായികത്തുമാരോട് നന്റെ കാലം ടീനെ വിളിക്കണെങ്കിലോ എന്റെ കണ്ണെ കാണാൻ വേണ്ട വിളിക്കുവാറ്. അപ്പൊ മലായികത്തുമാർ ചൊല്ലാറുള്ള ഇത്രവേ ഇബാദത്താക്കി മാറി ഇനിയും ഇബാദത്ത് ഓവറാക്കത്തത്. പിന്നെ വേറെ മലക്ക് ചൊല്ലണോ അല്ലാഹ് ഒരു ഭാഗത്തെ ഉസ്താദ് തുറക്കുമ്പോൾ സദസ്സിന് അവരുടെ മനസ്സിൽ യന്ത്രത്തിൽ അല്ലാഹു കേൾക്കുള്ള അവർക്ക് നരക വേണ്ടവള സ്വർഗ വേണോള അല്ല കേൾക്കുള്ള അവർ സ്വർഗ കണ്ടാ ഇല്ലല്ലേ. അപ്പ ചൂടുള്ള മലക്കത്തെ കാണാട്ടെ വിഷയ ചരിത്രം കേട്ടിട്ട് ഇത്ര ഭയഭക്തിയാണെങ്കിലോ കണ്ടെങ്കിൽ ആ ഭയഭക്തി അറിയിക്കോ. അങ്ങനെയുള്ള ചരിത്രത്തിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ മലായികത്തുമാർ ചൊല്ലാറുള്ള യാ അല്ലാഹ് ഒരു രായമാണ് ഭയങ്കര പാതിരാജാവ് ഉൾപ്പെട്ടുള്ളാറ് സദസ് വർക്കിനെയാണ് ഇസ്ലാമിന്റെ ആശാദർശത്തിലെ ഉള്ളാറ്. അങ്ങനെ എന്തൊക്കെ കേൾക്കണേട്ട് അല്ല കേൾക്കുമ്പോൾ മലായികത്തുമാർ ചൊല്ലാറുള്ള ഞങ്ങളെ മനസ്സിലുള്ള ഓരോരോ ഉദ്ദേശ ഹലാലായ ഉദ്ദേശ ഞങ്ങൾ കാണുമ്പോ അല്ലെങ്കിൽ നോക്കുമ്പോ ആൾമാർക്ക് മെയിനായിട്ടാക്കിയതല്ല അവിടെ ചൊല്ലണോ. യഥാർത്ഥമായ കൽബിലുള്ള ഉദ്ദേശം മലായികത്തുമാരൊക്കെ ചൊല്ലണോ. സീക്കുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ നീ പരിഹരിക്കണോ. മലായികത്തുമാരെ അല്ലാഹു ചൊല്ലണേ, ഓ മലായികത്തുമാരെ നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾ സാക്ഷിയാണ്, നിങ്ങൾക്ക് പരിഹാരം കൊടുക്കണേ. അങ്ങനെ സാക്ഷി പാട്ടോ എന്തൊക്കെ താലപ്പാത്രകൾ ലോകത്തിലെത്തുമ്പോൾ മലായികത്തുമാരുടെ ലിസ്റ്റ് വളരുമ്പോൾ ഞങ്ങൾ ആക്കിയ എല്ലാ ലിസ്റ്റ് വരുമ്പോൾ ഈ ജലാലി നടക്കുമ്പോൾ നല്ല ദിക്റുകളാണ്. ഇതിലെല്ലാ റാത്തികളുണ്ട്, ഇതിലെല്ലാം ഫലത്തിന് പരിഹാരമുണ്ട്. അത് കാരണം അത് അല്ലാഹുവിൽ നേരെ വന്ന ദിക്റുകളാണ്. അല്ലാഹുവിന്റെ ഉദ്ദേശം പൂർത്തിയാക്കുമാറാകട്ടെ. അപ്പൊ ഖുർറത്തു സാദാത്ത് അനുസ്മരണാക്കുമ്പോൾ 3 കാര്യം തന്നെ ആക്കുക നോക്കണോ എന്നാണ് ഒന്നാമത്തെ കാര്യമുള്ളത്. അതിലൊട്ടിക ഒന്നാമത്തെ കാര്യം സലീമായ കൽബാണ്, നല്ല കൽബാണ്. ആരെന്ന് ചൊല്ലട്ടെ ചൊല്ലാണ്ടിക്കട്ടെ, നോക്കട്ടെ നോക്കാണ്ടിക്കട്ടെ, കൽബ് നല്ല വിശാലമായ ഒരാളാണ്. രണ്ടാമത്തെ കാര്യങ്ങള് അതേ തന്നെ ഖുർആൻ ഓതുകയാണ്. അല്ലാഹുവിന്റെ കലാം ഡെയിലി നിരന്തരമായ ഓതുന്ന ആളാണ്. മൂന്നാമത്തെ ആള് തഖ്വ, അല്ലാഹുവിന്റെ
ഭയഭക്തിയാണ്, അള്ളാഹുവിനെ പേടിയാണ്. എത്ര വലിയ പമ്പന്മാർ വന്നെങ്കിലും ഞാനിപ്പോ എന്റെ ഏജിനും പോയാണ് എന്റെ ജീവിതത്തിൽ അത് ഓരോ തുറന്ന ധൈര്യത്തോടും ധർമ്മനിഷ്ഠയോട് ഫത്വ കൊടുക്കുന്ന ആള് ഒരേ ഒരാൾ ഇപ്പം കാണുവാൻ സാധിക്കില്ല. എന്റെ അള്ളാഹുലേക്ക് ഒരാളിലേക്കുമ്പോൾ അത് പിന്നാലെയും രണ്ടാമത്തെ വർഷമായിട്ട് നോക്കില്ല. നിങ്ങൾ നോക്കുള്ള 5 വർഷം നടത്തുന്ന വിഷയങ്ങളാണ്. താജുൽ ഉലമ ഉസ്താദാണ് ശംസുൽ ഉലമ. ശംസുൽ ഉലമ വലിയ പണ്ഡിതനാണ്, ആലിമാണ്. കിതാബ് എടുത്തോണ്ടിരിക്കുമ്പോൾ ശംസുൽ ഉലമ 6 ചിന്തവ് പോണില്ല, 6 കമ്മ്യൂണിക്കേഷൻ ആക്കില്ല. പക്ഷേ ഒരു തലകെട്ടി കെട്ടിയ ഒരു മുതാലിമായ ഒരാൾ ശംസുൽ ഉലമയുടെ സദസ്സിൽ വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ എഞ്ചിട്ട് അപ്പുറം പോയിട്ട് കൈമുത്തിട്ട് ഇത് ആരുടെ ശിഷ്യന്മാര് ഒത്തില്ല. എന്നിട്ടോ ശിഷ്യന്മാര് കേട്ടാൽ ഉസ്താദേ അതാണ് എനിക്ക് എഞ്ചി പോയോ, അത്ഭുതല്ലേ, ഇതുവരെ എഞ്ചി പോകാത്ത ഒരാൾ പോകുമ്പോൾ അപ്പോൾ ശംസുൽ ഉലമ ഉസ്താദ് ചൊല്ലണോ, എന്റെ ശിഷ്യനായ താജുൽ ഉലമയുടെ മോനാണ്, ആ മോന് വല്ലാത്ത മോനാണ്, നരിച്ചിട്ടേ പോണത്തരെ അത്ഭുതകരമായ മോനാണ്. നോക്കണോ, ആ പണ്ഡിതന്മാര് പണ്ടേ അത്താക്കി വെച്ചിരാറ്, ഈ മോണി എങ്ങനെയായിട്ട് പണ്ടേ അത്താക്കി വെച്ചിരാറ്. 50ാം വാർഷിക മഹാസമ്മേളനത്തില് മക്കത്തെ ഇമാം കേരളത്തിൽ വന്നിട്ട് പ്രസംഗിച്ച പ്രസംഗത്തില് ചൊന്നവർ പലക്കുണ്ട്, രാജ്യങ്ങളുടെ വേദിയിലുണ്ട്. പുറത്ത് സാധാരണ അപ്പൊ സ്റ്റേജിൽ നിൽക്കണ ബാക്കിൽ നിൽക്കണാണ്. അപ്പൊ ചെന്ന പലക്കങ്ങള് നന്റെ പാപ്പ മക്കത്തെ ഇമാമുടെ പാപ്പയാണ് ചൊല്ലണോ. മക്കത്തെ ഇമാമ് ചൊല്ലണോ, നന്റെ പാപ്പ വലിയ പണ്ഡിതനാണ്, 4 മദ്ഹബിലെ മുഫ്തിയാണ്, ലോകത്തെ അഗ്രഗണ്യ പണ്ഡിതനാണ് തന്റെ ബാപ്പ. മക്കത്തെ ഇമാമോ ചൊല്ലണോ, അലവി മാലികി മക്കയാണ്, യൂട്യൂബിൽ സച്ചാക്കി കാട് അറബിയിലാണ്. അതിന് പിന്നെ അറബി പ്രസംഗത്തെ അപ്പന് മലയാളത്തിൽ ചൊല്ലണാല്. എന്നിട്ട് ചൊല്ലണോ, എന്റെ ബാപ്പയുടെ ശിഷ്യത്വം സ്വീകരിച്ച് ഒരാൾ ഈ സദസ്സിലുണ്ട്, അപ്പ പോലും ഞെട്ടിപ്പോണ്ട ഒരാള്, അത് താജുൽ ഉലമയാണ്. അവിടെ ചൊല്ലുമ്പോൾ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള പാരമ്പര്യത്തിൽ നയിക്കുമ്പോൾ ലോകത്തിലെ വലിയ ബുഖാരി കുടുംബമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ തങ്ങന്മാരുടെ കുടുംബം, ജമലി കുടുംബമുണ്ട്, ആദി കുടുംബമുണ്ട്, 30ഓളം കുടുംബങ്ങൾ ഈ ലോകത്തിലുണ്ടെങ്കിൽ കേരളത്തില് ഇന്ത്യ രാജ്യത്തിൽ ഫസ്റ്റിൽ വന്നത് അത് ബുഖാരി കുടുംബമാണ്. ആ ബുഖാരി കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു, അതാണ് താജുൽ ഉലമ. അതിൽ പിന്നത്തെ ഖുറത്തു സാദാത്ത് തങ്ങള് മുഹറമിലാണ് വഫാത്താവുടോ, മുഹറമിൽ 1-നാണ് വഫാത്താവുടോ. ഇനിയൊരു അത്ഭുതകരമായ വിഷയം എന്റെ ജീവിതത്തിൽ കണ്ട സംഭവങ്ങളാണ്. വഫാത്താവുടെ 2 നാൾ ഉണർന്നു, നാളുള്ള പള്ളിയിലേക്കാണ് വന്നത്. ആ പള്ളിയിലേക്ക് വരുമ്പോൾ തങ്ങൾ ഒരു ഹാലിലാണ്. ഔലിയാക്കന്മാര് 2 വിധത്തിലാണ് കിതാബുകളോ, ഒന്ന് മജ്ദൂബിയായ ഔലിയാക്കന്മാര്, ഒന്ന് അങ്ങനെയാണ്, എന്നും ಗೊತ್ತಿಲ್ಲ. അപ്പോൾ തങ്ങളൊക്കെയാണ് കേട്ട ഹുതുബോധനാണ്. അതിന്റെ ആളുനാളുള്ള ഹദീബ് നിങ്ങളല്ലേ, പിന്നെ കേട്ട നിസ്കരിക്കാറാ നിങ്ങളല്ലേ ഏൽപ്പിച്ചത്. നോക്കുള്ള ചൂട് കിതാബിലാണ് അടിസ്ഥാനത്തിൽ അവിടെ എന്താക്കിയാണ് ഇമാം നിസ്കരിച്ചോ, സലാം വീട്ടിൽ വന്ന് ദുആത്ത് കൊടുത്തിട്ടാകുമ്പോൾ ദുആത്തിൽ ലോകത്തെ ഒരേ ഒരു അടിമണി തൂക്കം തോന്നില്ല. ആഖിറമാകുന്ന ലോകം മാത്രമേ, അപൂർവ വിഷയം മാത്രമേ, ആത്മാർത്ഥമായിട്ടുള്ള കാലഘട്ട ദുആത്തിൽ ലോകത്തെ ഒരേ ഒരു പ്രശ്നം അവിടെ ചെന്നില്ല. എന്നിട്ടോടെ പരിപാടി പ്രോഗ്രാം തുടങ്ങുന്നത് ആ വീഡിയോ ഉണ്ട്. പ്രോഗ്രാം വഫാത്താവുടെ 2 നാൾ മുന്നോട്ട് വെള്ളിയാഴ്ച 2 ജുമാ ദിവസം. എന്നിട്ടോ തങ്ങൾ പാട്ട് പള്ളി കെട്ടാണ് പൈസ ആക്കുകയാണ്. പക്ഷേ തങ്ങൾ വെച്ചിട്ട് ചൊന്നത് പൈസ നാടാക്കില്ല. ചൊന്നാല് ഖതീബ് കൊടുക്കട്ട, ഖതീബ് വേണ്ട ചൊന്നുണ്ട്. അവിടുത്തെ സൂര്യ ഉസ്താദ് അധ്യക്ഷ പാട്ടി. അൽഹംദുലില്ലാഹ് 50,000 പൈസയുടെ കഷ്ടറായതിൽ 12 ലക്ഷം രൂപ പൈസ അരമണിക്കൂർ കൊണ്ട് തങ്ങളാക്കി. എന്നിട്ടോ ഈ പള്ളി പൂർത്തിയായിക്കോളൂ, നീ പേടിക്കണ്ട ചൊന്നോ. ആ പള്ളി കുഞ്ഞാണ്ടി പൂർത്തിയാവുകയും ഞാൻ അവിടെ പോവുകയും കളവാണെങ്കിൽ യൂട്യൂബ് സെർച്ചാക്കി നോക്കാം. എല്ലാ അത്ഭുതകരമായ ഒരു വാക്കുകളാണ്. അപ്പോൾ എല്ലാ തീരത്ത് തങ്ങ ഭർത്താമ്പോൾ അപ്പോൾ ഒരാൾ ഉസ്താദിനെ കിടാവ് വിളിച്ചോണ്ട് കൊണ്ടാറ് ബെദ്രപ്പെട്ടു ചൊല്ലരായത്തെ കിടാവാണ്. ആ കിടാവ് 3 സൈക്കിളിന്റെ 3 കണ്ണ് കല്ലടിച്ചിട്ട് കണ്ണ് കാണാണ്ടായി പോയിട്. 4 സ്കാനിങ് 4 ഡോക്ടറെ റിജക്ട് ആയിട്. അവസാനം അമേരിക്കത്തെ സ്പെഷ്യൽ ഡോക്ടർ വന്നിട്ടാകുമ്പോൾ മരിക്കുന്നത് വരെ ഈ കിടാവ് കണ്ണ് കാണില്ല, കണ്ണ് ദൃഷ്ടി പോയിട്ടായിട്. ഉമ്മാ ബാപ്പ ബേജാറിൽ തങ്ങളൊട്ടിക വന്നിട്ടാകുമ്പോൾ വിനീതനായ സാക്ഷിയാണ്. ആ റായത്തിൽ ബെദ്രപ്പെട്ടു ചൊല്ലരായ 200 കിലോമീറ്റർ ഉള്ള ഒരു ഉസ്താദിനെ കിടാവാണ്. അൽഹംദുലില്ലാഹ് അവിടെ നല്ലൊട്ടികളുള്ള സദരൗത്തെ സദർ ചൊന്തോ നമ്മള് ഇങ്ങനെ സംഭവമായിട്ട് ഡോക്ടർ റിജക്ട് ആക്കിയിട്ട് തങ്ങ കേട്ടവരെ മലക്ക ഡോക്ടർ അല്ലാഹു ആണോ, ഡോക്ടർ അല്ലാഹു ആണോ, അല്ല തങ്ങളെ 4 ഡോക്ടർ ആയെങ്കിൽ അല്ലാഹു ആണോ. ഇന്നലെ അമേരിക്കത്തെ അല്ല തങ്ങളെ ഇന്നലെ അമേരിക്കത്തെ ഡോക്ടർ റിജക്ട് ആക്കി അവിടെ അല്ലാഹു ആണോ, അല്ലല്ലേ 21 നാൾ കൊണ്ടോ യാസീൻ ഓതുകയും 21 നാൾ 2 കണ്ണ് കറക്റ്റ് കാണുകയും 21 നാൾ 2 അങ്ങനെ ചൊല്ലി 2 കൂടത്ത് വന്നിട്ട് പൈസ ഒക്കെ പോണെന്ന് പോയിടണോ.
ഇന്ത്യത്തെ ഒന്നുനാൾ ലോകത്തിലൂടെ കണ്ണ് കാണുമ്പോൾ തങ്ങ ഒന്ന് ചെന്നോളൂ കണ്ണ് കണ്ടെങ്കിൽ വീണ്ടും പോയിട്ട് സ്കാനിങ് ആ പോകുന്നീരാ അതേപോലെ ഇപ്പൊ നമ്മൾ പോയിട്ട് സ്കാനിങ് ആക്കിയിട്ടില്ല പക്ഷെ കിടവിടെ കണ്ണ് കാതില്ല ചെന്ന കണ്ണാടി ഇപ്പൊ ചന്ത കണ്ടോട്ടുള്ളൂ നല്ല കണ്ടോ ഇന്ന കണ്ണിനെ കാട്ടി നല്ലതായിട്ട് നല്ല കണ്ണിയതാണ് ഈ റിജക്ട് ആയ കണ്ണാണ് ചട്ടുനാൾ ചൊന്നിട്ട് ചട്ടുനാളാകുമ്പോൾ തങ്ങൾ ലോകത്തിന് വിട പറഞ്ഞു പോയി പിന്നെ ഈ പൈസ പോകുന്നത് പോയിട്ടത് പുറത്തു സാധാരണ നമുക്ക് പറഞ്ഞതിലാണ് എന്റെ ഇത്തരം ഫൗർ കേൾക്കുമ്പോൾ പണ്ട് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ മഹ്മൂദ് ബുഖാരി ഉണ്ട് അത് ബുഖാരി കുടുംബമാണ് ചർച്ചയാണെന്നോ തങ്ങന്മാരുടെ കുടുംബം ഇല്ലാത്തതിനോട് ചർച്ച വന്നേ കിതാബ് ബാങ്കിൽ ചർച്ച ഉണ്ട് തങ്ങന്മാർ ബന്ധുക്കാരൻ ചർച്ച ആകുമ്പോൾ ഈ മഹ്മൂദ് ബുഖാരി തങ്ങളെ കെട്ടിട്ടാല് നിങ്ങൾ തങ്ങളാണെങ്കിലോ നിങ്ങൾ കർത്തവതി രാജനോട് കൂടാരമാകുന്ന തീയിലേക്ക് വലിച്ചിട്ടാല് മാറിയിട്ടാല് ഇരുപത്തിനാല് ഘട്ടം കഴിഞ്ഞിട്ട് ഓപ്പണാക്കി നോക്കുമ്പോൾ മഹ്മൂദ് ബുഖാരി തങ്ങള് നല്ല ബെഡ് വെക്കുന്നുണ്ട് അവിടെ ബെഡ് വെച്ചിട്ട് ഒരേ ഒരു തീ അയല തിന്നിട്ടില്ല കടിച്ചിട്ടില്ല ഇത് ചരിത്രമാണ് മഹ്മൂദ് ബുഖാരി അങ്ങനെയാണെങ്കിലോ ആ പാരപ്പുറത്ത് വന്നേ ലോകത്തിലെ ഇന്ത്യ രാജ്യത്തിലെ ഫസ്റ്റ് വന്ന ഒരു ആതങ്കമാരുടെ കുടുംബം അത് കേരളത്തിൽ മുലപ്പെട്ട ചൊല്ല ജാഗതിയിലാണ് അവിടേക്ക് വന്നിട്ട് ആ മഹ്മൂദ് ബുഖാരിയുടെ കുടുംബത്തെ പാരമ്പര്യം വന്നിട്ടാകുമ്പോൾ അങ്ങനെയാണ് താജുകളുടെ കുടുംബം അങ്ങനെയാണ് ഖുറത്തു സാദാത്തുകളുടെ കുടുംബം അങ്ങനെയാണ് മസ്ഊദ് തങ്ങളുടെ കുടുംബമായി മാറിയത് അതാണ് ഖുറത്തു സാദാത്ത് തങ്ങള് അല്ലാഹു ഈ പറയപ്പെട്ട മഹാന്മാര് ഈ ഔലിയാക്കന്മാര് ഈ ജലാലി റാത്തീബിന്റെ ഔലിയാക്കന്മാരെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും പരിപൂർണമായ ഇഖ്ലാസുള്ള ആൾക്കാരിൽ പെടുത്തുമാറാകട്ടെ ആത്മാർത്ഥതയുള്ള ആൾക്കാരിൽ പെടുത്തുമാറാകട്ടെ ചെയ്യുന്ന എല്ലാ ഇബാദത്തും നല്ല ഖുശൂഅോട് കൂടി ആക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒളിമ്പെ കാലഘട്ടം